സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ 175 പേർ സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നിപ്പയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ കടുത്ത ജാഗ്രത തുടരുകയാണ്. ജില്ലയിൽ കൺട്രോൾ റൂം സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 126 പ്രാഥമിക കോൺടാക്ട് പട്ടികയിലും 43 പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണുള്ളത്. പ്രൈമറി സമ്പർക്ക പട്ടികയിലുള്ള 104 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള 10 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ 13 പേരുടെ ശ്രമ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു. യുവാവ് ഇന്നലെയാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിലെ ഫലമാണ് പോസിറ്റീവായത്. സെപ്റ്റംബർ 4-നാണ് യുവാവിന് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത്. 4-നും 5-നും യുവാവ് വീട്ടിൽ തന്നെയായിരുന്നു. 6-ാം തീയതി രാവിലെ 11:30 മുതൽ 12 വരെ ഫാസിൽ ക്ലിനിക്കിലായിരുന്നു. വൈകിട്ട് 7:30 മുതൽ 7:45 വരെ ബാബു പാരമ്പര്യ വൈദ്യശാലയിലും അന്ന് രാത്രി 8:18 മുതൽ 1:30 വരെ JMC ക്ലിനിക്കിലും ചെലവഴിച്ചു. യുവാവ് സന്ദർശിച്ച 2 ക്ലിനിക്കുകളും വണ്ടൂരിലാണുള്ളത്. മലപ്പുറം നിപ്പ കൺട്രോൾ സെല്ലാണ് റൂട്ട് മാപ്പ് പുറത്തിറക്കിയത്. 7-ാം തീയതി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും യുവാവ് എത്തിയിട്ടുണ്ട്. പിന്നീടാണ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നത്. 8-ാം തീയതിയാണ് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് 151 പേരാണ്. 24-കാരന്റെ മരണം നിപ്പ ബാധിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ പൂർണ്ണമായി മാസ്ക് ധരിക്കണമെന്നാണ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിട്ടുള്ളത്. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മാമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം സർക്കാർ അതിഥി മന്ദിര കോമ്പൗണ്ടിൽ നിപ്പ കൺട്രോൾ സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച വ്യക്തിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ 66 ടീമുകളിലായി തിരിഞ്ഞ് ഫീൽഡ് സർവേയും ആരംഭിച്ചിട്ടുണ്ട്. മാമ്പാട് പഞ്ചായത്തിലെ 591 വീടുകളിലും വണ്ടൂരിലെ 447 വീടുകളിലും തിരുവാലിയിലെ 891 വീടുകളിലും അടക്കം ആകെ 1928 വീടുകളിലും സർവേ നടത്തിയിരിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.